ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയിലെ മാറ്റം നിങ്ങളെ നന്നായി സന്തോഷിപ്പിക്കും. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കുകയാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമാണോ? നിങ്ങൾക്ക് എത്രമാത്രം ഒരു പോസിറ്റീവായിട്ടാണ് അത് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. ദ കിങ് ഓഫ് ഫോഴ്സസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പല വിധത്തിലും മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ഓർമ്മകളും യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നിരന്തരമായി തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു കാറ്റ് വീശിയാലും അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പ്രകൃതി കണ്ടാലും ശൂന്യമായിട്ടുള്ള ആകാശം കണ്ടാലും അല്ലെങ്കിൽ ഈ വ്യക്തി സ്നേഹത്തോടു കൂടി സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ പെറ്റ് ആനിമൽസ് ഉണ്ടെങ്കിൽ, അതായത് പൂച്ച, പട്ടി എന്നിവ അങ്ങനത്തെ ഒരു ആനിമൽസിനെയൊക്കെ കണ്ടാൽ പോലും ഈ വ്യക്തിക്ക് അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ പോലും അറിയാതെ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പലപ്പോഴും ഈ വ്യക്തി പോലും അറിയുന്നില്ല ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ഈ വ്യക്തി പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ ഇഷ്യൂസ് ആണ്. എലൗ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി എന്നാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് കൺട്രോളിങ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കൺട്രോളിങ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുമ്പോൾ, അതായത് പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാറില്ല. കാരണം ഇത്തരം ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയാൻ പറ്റാത്തത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എന്താണോ അതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ പല പരിശ്രമങ്ങളും വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഈ പേഴ്സന്റെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ സ്റ്റക്കായിട്ട്, അതായത് തടസ്സം നിൽക്കുന്നതെങ്കിൽ അവരെ മറികടക്കാൻ ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ്, ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ മറികടക്കാനുള്ള വഴികൾ ഈ വ്യക്തി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം. അപ്പൊ അത് എന്ത് കാര്യമാണോ അതിന്റെ എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാൻ ഈ വ്യക്തി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോൾ എക്സ്പാൻഷൻ ആണ്. അതായത് ഈ വ്യക്തിയുടെ മനസാക്ഷിയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതൊന്നും നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു. പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ പലതും പരാജയപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആത്മാവ്, ഈ വ്യക്തിയുടെ മനസാക്ഷി, അത് ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധമാണെങ്കിൽ പോലും ആ ബന്ധത്തിനെ കുറിച്ച് ഈ വ്യക്തി വിശദമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഒരു പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ വേർപിരിഞ്ഞും പുറകിലേക്ക് പോകാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളിൽ മാത്രം സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളെ മറക്കാനാകാത്തത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഇത്രമാത്രം സ്പെഷ്യലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നിങ്ങളിലെ പവിത്രത എന്തൊക്കെയാണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടോ, പ്രത്യേകതകൾ ഉണ്ടോ, ഇതൊക്കെയാണ് ഈ വ്യക്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചിന്തിക്കുന്നതിനുള്ള പലതരത്തിലുള്ള ഉത്തരങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യമൊക്കെ സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ കണ്ടിട്ടുണ്ടാവുന്നത്, സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ്. പക്ഷെ മുന്നോട്ട് പോകുന്തോറും ഈ വ്യക്തിക്ക് പല തിരിച്ചറിവുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കേവലം സാധാരണ ഒരു കണക്ഷൻ അല്ല എന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നും കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാലൻസ് ആണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പവിത്രമായിട്ടുള്ള സ്നേഹങ്ങൾക്ക് അങ്ങനെയാണ്, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകും. അത് ഒരു സ്പിരിച്വലി ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തി തുല്യമായിട്ടുള്ള ഒരു അളവ് അല്ലെങ്കിൽ തുല്യതയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഈ ഒരു രണ്ട് പാത്രങ്ങൾ തുല്യതയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ, ബാലൻസിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വിസമ്മതിച്ച് നിൽക്കുന്നുണ്ട്. അതായത് സമ്മതമല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, ഞങ്ങൾ ഇതിനോട് എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ 3 പേര് കൈകൾ കെട്ടി ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിനെ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കണക്കാക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തി ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ പല വ്യക്തികളും വിസമ്മതിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് എതിർപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ബാലൻസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ ഒരു ബാലൻസിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന, അതായത് മറ്റുള്ളവരെ എതിർക്കുന്നവരെ എതിർത്തോട്ടെ, അവരെ നോക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ ബാലൻസിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ സത്യസന്ധമായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങളുടെ പ്രണയം, നിങ്ങളുമായിട്ടുള്ള പ്രണയത്തെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലും നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നു എടുത്തു ചാടിയിട്ട് കാര്യമില്ല എന്നും യഥാർത്ഥ സമയം എപ്പോഴാണോ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്.
ഈ പേഴ്സണ് ഗാർഡിയൻ ഏഞ്ചൽസ്, അതായത് നമ്മുടെ മാലാഖമാര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സന്റെ ചിന്തകളായിക്കോട്ടെ, ഈ പേഴ്സന്റെ തീരുമാനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി എടുത്തു ചാടുന്നില്ല, അല്ലെങ്കിൽ എടുത്തു ചാടിക്കൊണ്ട് അബദ്ധങ്ങൾ ചെയ്യുക, അങ്ങനെ നിൽക്കുന്നില്ല. സമാധാനപരമായിട്ട് നിന്നുകൊണ്ട് വ്യക്തമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മറ്റാർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും, ഈ പ്രണയബന്ധത്തെ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തുകൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസോട് കൂടി, ബെറ്റർ ആയിട്ടുള്ള ഓഫറിങ്സോട് കൂടി. അതായത് ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ രണ്ടൊരു കല്യാണം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം തീരുമാനങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം, അങ്ങനെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതിലെല്ലാത്തിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും അതുപോലെ പരിഹാരവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ഇപ്പോൾ നിങ്ങളോട് മര്യാദക്ക് സംസാരിക്കുക പോലും ഈ വ്യക്തി ചെയ്യുന്നില്ലായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒത്തുതീർപ്പാക്കാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. റിലീസ് യുവർ എക്സ് ആണ്. ദ ടൈം ഹാസ് ടു കം ടു ക്ലിയർ യുവർ എനർജി. ഈ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ശരിയായിക്കൊള്ളണം എന്നില്ല, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ എക്സ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ നിങ്ങൾ വരുന്നതിന് മുൻപുള്ള കാമുകനായിരിക്കാം, കാമുകിയായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരായിട്ട് അത്ര നല്ല ഇഷ്ടത്തിലൊന്നുമല്ല, പക്ഷെ നിങ്ങളായിട്ട് സ്നേഹത്തിലാകാം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ആൾക്കാര്, അതായത് ഈ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട്, അവര് വീണ്ടും തിരിച്ചു വരുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ വ്യക്തിയുടെ മനസ്സിനെ ദേഷ്യം പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിപ്പിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ മാറ്റിവെക്കാനായിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടേത് മാത്രമായിട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.